പയ്യന്നൂർ നഗരസഭയിലേക്ക് CPIM വിമതനായി മത്സരിക്കുകയും ജയിക്കുകയും കൗൺസിലറായി മാറുകയും ചെയ്തിട്ടുള്ള സി വൈശാഖ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെക്കുകയുണ്ടായി. സി വൈശാഖിൻ്റെ അമ്മ അംഗനവാടി ജീവനക്കാരിയാണ്. CPMൻ്റെ ചില നേതാക്കൾ തുടർച്ചയായ രീതിയിൽ പരാതികൾ നൽകിക്കൊണ്ട്, അതും ഒരടിസ്ഥാനവുമില്ലാത്ത പരാതികൾ നൽകിക്കൊണ്ട് ഒരു പ്രതികാര രാഷ്ട്രീയം പയ്യന്നൂരിൽ നടത്തുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. വൈശാഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തെ ഉള്ളടക്കം, അത് ഇടാനുണ്ടായിട്ടുള്ള സാഹചര്യം? നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മത്സര വിജയത്തിന് ശേഷം നിരന്തരമായിട്ടുള്ള പ്രകോപനവും അതുപോലെ തന്നെയുള്ള വ്യക്തിപരമായിട്ടുള്ള വേട്ടയാടലും നടന്നുകൊണ്ട് വരികയാണ്. എന്നാൽ ഇപ്പം എന്നെ വ്യക്തിപരമായി വേട്ടയാടുന്നതിന് അപ്പുറം ഇപ്പോൾ ഫാമിലിയെ കൂടി, അതായത് അമ്മയെ കൂടി വേട്ടയാടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിലിട്ടുള്ളത്. അതായത് ഈ പറയുന്ന അമ്മ അംഗനവാടി ജീവനക്കാരാണ്. ഏകദേശം ഒരു 20-25 വർഷത്തോളം ഈ ജോലി ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരയിൽ അംഗനവാടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിനടുപ്പിച്ചായി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള CPMൻ്റെ ചില നേതാക്കൾ അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ പരാതികൾ നൽകിക്കൊണ്ട് അമ്മയെ സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിനകത്തെ പ്രധാനപ്പെട്ട ആരോപണം. അതെ, അമ്മ നിലവിൽ 10-25 വർഷത്തിന് മുകളിലായി ജോലി ചെയ്യുന്നതാണ്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ഒരു പരാതിയോ നിലവിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പരാതി വരുന്നത്. കേവലം ഇതൊരു സംഘടനാപരമായിട്ട് CPM ഒരു സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനം എനിക്ക് തോന്നുന്നില്ല. ചില വ്യക്തികൾ മാത്രം അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന പരാതി കൊടുത്തവർക്ക് പാർട്ടി ബന്ധമുള്ളവർ കൂടിയാണ്. അതെ, പാർട്ടീൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പേര് എനിക്കറിയാം, പക്ഷേ ആ പേര് പുറത്ത് പറഞ്ഞ് അവരുടെ കുടുംബത്തിനെ നമുക്ക് മോശമാക്കുന്ന രീതിയിലേക്ക് അവരെ ചെയ്യുന്ന പോലെ നമുക്ക് തിരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവരെ പേര് ഞാൻ പുറത്ത് വരാത്തത്. ഈ പറയുന്ന പോലെ ഈ തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വൈശാഖിനെ ഇതിനകം തന്നെ ഒരുപാട് തരത്തിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടകൾ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തെ ഉൾപ്പെടെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്തരത്തിലുള്ളൊരു പോസ്റ്റാണോ ഇതൊക്കെ? അതെ, വ്യക്തിപരമായിട്ടുള്ള പല രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എനിക്കെതിരെ. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, വിഷയമല്ല. അത് ഞാൻ നേടാൻ തയ്യാറാണ്. പക്ഷേ ഫാമിലിയെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആണ് വ്യക്തിപരമായ അമ്മയൊക്കെ വേട്ടയാടുന്നത് ഏതായാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പുതിയ സ്ഥാനത്ത് പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. അതൊക്കെ നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരുത്താൻ വേണ്ടി തയ്യാറാണെന്നില്ല പറയാനുള്ളത്. ഇതിൽ പറയുന്നതിന് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അംഗനവാടിക്കകത്ത് ബിരിയാണി കൊടുത്തു അവർ പരാതി, CPMൻ്റെ കൈവശമുള്ള സ്ഥലത്തേക്ക് ഗതിയുള്ളതുകൊണ്ട് വള്ളം വർഷം മുന്നേ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇപ്പോൾ പരാതി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്തൊരു നമ്പൂരിക്കുട്ടിക്ക് ചിക്കൻ കൊടുത്തു എന്നില്ല ഒരു പരാതി. പക്ഷെ അങ്ങനെ നമ്പൂരിക്കുട്ടി അംഗനവാടിക്കകത്ത് പഠിക്കുന്നില്ല എന്നില്ല പറയാനുള്ളത്. അപ്പോൾ ആ നമ്പൂരിക്കുട്ടിയെ ചിക്കൻ ബലമായി ടീച്ചർ കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല എന്നില്ല പറയാനുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം പേരൻസ് മീറ്റിംഗ് വിളിച്ചതാണ് ഈ വിഷയങ്ങൾ ചോദിച്ച് ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് രക്ഷിതാക്കൾ എന്നെ അറിയിച്ചത് ഇങ്ങനെ സംഭവം. ഈ പറയുന്ന നഗരസഭേൻ്റെ കീഴിലാണല്ലോ ഈ പറയുന്ന അംഗനവാടി മറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ഇക്കാര്യം വൈശാഖ് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇത് അറിയുന്നത്. അപ്പോഴാണ് രാത്രി ഞാൻ പോസ്റ്റ് ഇട്ടത്. ഇനിയിപ്പം ചെയർമാൻ്റെ ശ്രദ്ധയിലും കൂടി പെടുത്തും. ഇങ്ങനെ നിരന്തരമായി അംഗനവാടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു കേന്ദ്രമാണ്. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അപ്പം അംഗനവാടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഏതായാലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റ് വ്യക്തിപരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അംഗനവാടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അമ്മയൊക്കെ വേട്ടയാടുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം ഇവരുടെ മനസ്സ് പോകുന്നതില്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന രീതിയിൽ നഗരസഭയിലെ അധികാരികളോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ്. അതെ, നിലവിൽ നഗരസഭയുടെ അധ്യക്ഷൻ ചെയർമാനാണ്. ചെയർമാൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുമെന്നല്ല പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട പരിപാടി തന്നെ ഇഫ്താർ വിരുന്ന് നടത്തി എന്നതാണ്. അതിൽ കൗൺസിലറെ പങ്കെടുപ്പിച്ചു എന്നൊക്കെയാണ് പരാതി. ഈ വേട്ടയാടലുകളിൽ നിന്നും എത്ര തരത്തിൽ അങ്ങനെ തുടർച്ചയായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ നിന്നും വൈശാഖ് ഉയർത്തിയിട്ടുള്ള ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഇല്ല. നമ്മൾ നിലപാടെടുക്കുന്നതിൽ ഉറച്ചു നിൽക്കും. അതിലിനി എന്ത് വേട്ടയാടൽ സംഭവിച്ചാലും ആ നിലപാട് ഒരു അടി പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പറയുന്നതിൽ കഴിഞ്ഞ ദിവസം വൈശാഖ് ഉൾപ്പെടെ ഈ വി കുഞ്ഞികൃഷ്ണനുമായി അനുകൂല തീരുമാനങ്ങളെടുത്ത അല്ലെങ്കിൽ അനുകൂല നിലപാടെടുത്ത പലരുടെയും വീടുകൾ ആക്രമിക്കുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമായി ഇതിനെ കാണാൻ കഴിയുമോ? അല്ല, പൊതുവിൽ പയ്യന്നൂർ നടക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ പോരാട്ടം അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ രീതിയാണ്. ഇത്തരത്തിൽ പോകാൻ വേണ്ടി പാടില്ല എന്നില്ല പറയാനുള്ളത്. നമ്മുടെ പുതിയ കാലഘട്ടമാണ്, പഴയ കാലഘട്ടമല്ല. ഈ പുതിയ കാലഘട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നില്ല പറയാനുള്ളത്. വീട്ടിനകത്ത് പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസുകാർ പറഞ്ഞത് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം, സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ CCTV അടക്കം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഈ ഒരു സമൂഹത്തിനകത്ത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് ഒരു അടയാളപ്പെടുത്തുന്നതാണ്. ഈ പറയുന്ന രീതിയിൽ ഈ അക്രമ സംഭവങ്ങൾക്ക് തുടർച്ചയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അക്രമത്തിന് ഉപരിയായിട്ടൊരു വേട്ടയാടൽ അല്ലെങ്കിൽ ഒരു പ്രതികാര രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് ഈ സംഭവത്തെ ഉൾപ്പെടെ കാണുന്നത്. അതെ, അക്രമം നിർത്തണം എന്നില്ല തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയപരമായി പാർട്ടി ലീഡേഴ്സ് ആലോചിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം താഴെത്തട്ടിലെ ആൾക്കാരുടെ ചെറിയ പ്രതികരണമാണ്. അത് നിർത്താൻ വേണ്ടി ലീഡേഴ്സ് തയ്യാറാവണമെന്നില്ല പറയാനുള്ളത്. നേതാക്കൾ ഇടപെടണം. നേതാക്കൾ അത് തിരുത്താൻ വേണ്ടി തയ്യാറാവണം. നേതാക്കൾ കൃത്യമായിട്ട് ലീഡേഴ്സ് പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് അക്രമം നടക്കുക അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിനകത്തൊക്കെ പല രീതിയിൽ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നിർത്താൻ വേണ്ടി ലീഡേഴ്സ് തയ്യാറാവണമെന്നില്ല പറയാനുള്ളത്. എന്തായാലും അതുതന്നെയാണ് ഈ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രതികാര നടപടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളികളോ ഒന്നും തന്നെ വൈശാഖ് ഭയക്കുന്നില്ല. പക്ഷേ കുടുംബത്തിലേക്ക് കടന്നുകൊണ്ടുള്ള അത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് വൈശാഖ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം ഇടപെട്ടുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ വേണ്ടി ഇടപെടണം എന്നുള്ള ആവശ്യം കൂടി വൈശാഖ് മുന്നോട്ട് വെക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നാജി ഒമറിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.